Today we will discuss how to draw the SFD and BMD shear force diagram and bending moment diagram of a cantilever which is subjected to uniformly varying load. Okay, or simply UVL. ഒരു കാൻറ്റിലിവർ ബീം ഉണ്ട്, അതിൻ്റെ മുകളിൽ യൂണിഫോംലി വാരിയിങ് ലോഡ് ആണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So uniformly varying load means it is just like uniformly distributed load. Uniformly distributed load എന്തായിരുന്നു? സ്റ്റാർട്ടിങ് തൊട്ടിട്ട് സാധാരണ ഈ ബീമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടിട്ട് ഈ എൻഡ് പോയിന്റ് വരെ ഒരേ വാല്യൂ ആയിരിക്കും ലോഡിനുണ്ടാവുക. എല്ലാം W ആണെങ്കിൽ അതിനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരയ്ക്കാം. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ടാവും. ഈ W ഇതിൻ്റെ ഈ ലോഡ് W ആണെങ്കിൽ സെയിം W ആയിരിക്കും ത്രൂ ഔട്ട് ദ എൻറ്റയർ ലെങ്ത്. ഓക്കെ, ഇത് W പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ടോട്ടൽ W ഇൻറ്റു ടോട്ടൽ ലെങ്ത് ചെയ്താൽ ഈ ടോട്ടൽ ലോഡിൻ്റെ എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മളെ കേസിൽ അതിന് പകരം യൂണിഫോംലി വാരിയിങ് ആണ്. ഒരു എൻഡിൽ ഇവിടെ W ആണ് വാല്യൂ, W പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഇവിടുത്തെ വാല്യൂ. ബട്ട് ഇത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് ഫൈനലി ഈ ടെപ്പിലെത്തിയപ്പം 0 ആയി. ഓക്കെ, ഇങ്ങനെ ഗ്രാജുവലി വാരി ചെയ്യുന്ന ഒരു എൻഡിൽ ഒരു ഹയസ്റ്റ് വാല്യൂ ഉണ്ടാവും, ദെൻ കുറച്ചും കൂടി കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും അടുത്ത നെക്സ്റ്റ് പോയിന്റിൽ വരിക. അതിനേക്കാളും കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്ത പോയിന്റ് വാല്യൂ ലോഡായിരിക്കും അടുത്ത പോയിന്റിൽ. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് പോകുന്ന ഗ്രാജുവലി യൂണിഫോം ആയിട്ട് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് വാരി ചെയ്ത് പോകുന്ന ലോഡിനെയാണ് യൂണിഫോംലി വാരിയിങ് ലോഡ് എന്ന് പറയാം. സോ ഫസ്റ്റ് നമുക്ക് യൂണിഫോംലി വാരിയിങ് ലോഡിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രത്തിലേക്ക് പോകാം. ഓക്കെ, സോ ഇപ്പോൾ ഇങ്ങനെ ഒരു UDL കിട്ടിയാൽ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കിട്ടിയാൽ അതിൻ്റെ നെറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒരു ഇമാജിനറി, ഇതിനെ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇമാജിനറി പോയിന്റ് ലോഡ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് അതേ എഫക്റ്റ് വരുന്ന ഒരു പോയിന്റ് ലോഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വാല്യൂ, ആ ഇമാജിൻ ചെയ്യുന്ന ലോഡ്, ഇതേ എഫക്റ്റ് വരുന്ന സിംഗിൾ ലോഡിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സോ ഇത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അത് ഒരു വാല്യൂ W പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ദ ടോട്ടൽ ഫോഴ്സ് വിൽ ബി, ടോട്ടൽ ലോഡ് വിൽ ബി W ഇൻറ്റു L ആയിരിക്കും. ഇവിടെ W പെർ യൂണിറ്റ് ലെങ്ത് ആണ്, നമുക്ക് L ഡിസ്റ്റൻസ് ആണ് ഉള്ളതെങ്കിൽ W പെർ L ആയിരിക്കും ടോട്ടൽ ഈ ഫോഴ്സ്, ഈ മൊത്തം ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ W ഇൻറ്റു L ആയിരിക്കും. ദെൻ അത് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഇതിൻ്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻട്രൽ പോർഷനിലായിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി മെക്കാനിക്സിൽ പഠിച്ചതാണ്, നമുക്ക് അറിയുന്നതാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ W ഇൻറ്റു L മീൻസ് W ആണ് ഈ ഹൈറ്റ്, ഇതാണ് W, ഈ ലെങ്ത് ആണ് L. സോ W ഇൻറ്റു L മീൻസ് ദിസ് എൻറ്റയർ ഏരിയ ആണ് ആക്ച്വലി ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. So the total force, the total load is equal to W into L. It is nothing but the area. അല്ലെ, ഈ ലോഡ് ഡയഗ്രത്തിന്റെ ഏരിയ ആണ്, രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്കൊരു റെക്ടാങ്കുലർ ഏരിയ കിട്ടി. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ ടോട്ടൽ എഫക്റ്റ് എപ്പോഴും എവിടെയായിരിക്കും ആക്ട് ചെയ്യാം? ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ആക്ട് ചെയ്യുക. അതായത് ഈ ഏരിയയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ അവിടെ ആയിരിക്കും ഈ ടോട്ടൽ ഫോഴ്സ് F ആക്ട് ചെയ്യുക. സോ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഈ ഏരിയ റെക്ടാങ്കുലർ പോർഷൻ ആയതുകൊണ്ട് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി L/2 സോ കറക്റ്റ് L/2 ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് L/2 എങ്കിൽ ഈ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് അതേ എഫക്റ്റ് വരുന്ന ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. ഓക്കെ, ഞാനിതിനൊന്ന് രണ്ടും കൂടി ഒരേ ഇതിൽ കാണിച്ചു എന്നേ ഉള്ളൂ. സോ ഇതിൻ്റെ വാല്യൂ, ഈ ഫോഴ്സിൻ്റെ വാല്യൂ W ഇൻറ്റു L ആയിരിക്കും. ഇത് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഈ ഡിസ്റ്റൻസ് L/2 ആയിരിക്കും. നമുക്ക് അറിയുന്നത് തന്നെയാണ് ഇത് L/2. ഓക്കെ,
സോ ഇത് നിങ്ങൾ രണ്ടും സെയിം ആണെന്ന് വിചാരിക്കരുത്. UDL ഈക്വൽ ടു ഈ പോയിന്റ് ലോഡാന്ന് വിചാരിക്കരുത്. നമ്മളെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ മാറ്റി വരച്ചു വെക്കുന്നതേ ഉള്ളൂ. UDL വേറെയാണ്, പോയിന്റ് ലോഡ് വേറെയാണ്. രണ്ടും ഡിഫറൻ്റ് ആണ്, രണ്ടിൻ്റെ എഫക്റ്റ് ഡിഫറൻ്റ് ആണ്, എല്ലാം സെപ്പറേറ്റ് തന്നെയാണ്. ബട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇതിനെ ഈ UDL നമുക്ക് ഇങ്ങനെ ഒരു സിംഗിൾ പോയിന്റ് ആക്കി ടോട്ടൽ എഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ആ എഫക്റ്റ് ടോട്ടൽ വാല്യൂ എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. ഈ ടോട്ടൽ ഫോഴ്സ് മീൻസ് ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ ലോഡ് ഡയഗ്രാം. ഈ ലോഡ് ഡയഗ്രത്തിൻ്റെ ഏരിയ തന്നെയാണ്. അപ്പം ഇതേ കൺസെപ്റ്റ് തന്നെയാണ്, ഇതേ അപ്രോച്ച് നമുക്ക് UVL-ലും എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഫോർ എ യൂണിഫോംലി വാരിയിങ് ലോഡ്, ഇപ്പം ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റ്, ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ W ആണ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ വെർട്ടിക്കൽ, ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് W ആണ്, അത് കുറഞ്ഞു ഫൈനലി 0 ആയി. ഓക്കെ, സോ ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റ്, ഈ ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കുലർ ലോഡ് ഡയഗ്രാം എടുത്തു. അതേപോലെ ഇവിടെയും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ പോർഷൻ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു, ഇവിടെ ഹൈറ്റ് W ആണ്, W ഇൻറ്റു L ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റ്. ഇതിപ്പോൾ ഞാൻ ജനറൽ ആയിട്ട് യൂണിഫോംലി വാരിയിങ് ലോഡിനെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യാണ്. നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലേക്കും ബെൻഡ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ പ്രൊസീജിയറിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് യൂണിഫോംലി വാരിയിങ് ലോഡ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. സോ ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ടോട്ടൽ എഫക്റ്റ്, ഇങ്ങനെ ഒരു ലോഡിംഗ് ഡയഗ്രാം വരികയാണെങ്കിൽ അത് ഈ ബീമിൽ ഉണ്ടാക്കുന്ന ഈ ബ്ലൂ ലൈൻ, ബീമിൽ ഉണ്ടാക്കുന്ന ടോട്ടൽ എഫക്റ്റ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഏരിയ ഓഫ് യൂണിഫോംലി വാരിയിങ് ലോഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു W ഇൻറ്റു L ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ആക്ട് ചെയ്യുന്ന പൊസിഷൻ, ഈ ലോഡിന്റെ എഫക്റ്റ്, ടോട്ടൽ എഫക്റ്റ്, നമ്മളൊരു എഫക്റ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ആക്ട് ചെയ്യുന്ന പൊസിഷൻ എവിടെയായിരിക്കും? ഈ ഏരിയയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. നമ്മളിവിടെ ട്രയാങ്കിളിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ആക്ട് ചെയ്യുന്നുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. ദ ടോട്ടൽ ഫോഴ്സ്, ഈ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുക ഈ ട്രയാങ്കിളിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. സോ ട്രയാങ്കിളിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് നിങ്ങൾക്ക് അറിയാം, ഇതാണ്. സപ്പോസ് ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്കിൽ ട്രയാങ്കിളിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മീൻസ് ഇറ്റ് ഈസ് ഫ്ലാറ്റ് സർഫസ് നിന്ന്, ഈ സർഫസ് നിന്ന് L/3 ഡിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ അപ്പെക്സ് പോയിന്റ് നിന്ന് 2L/3 സോ ഈ ഒരു ഡിസ്റ്റൻസ് L/3 ആണ്. സപ്പോസ് ദിസ് ഇസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, G ആണെങ്കിൽ അതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദിസ് ട്രയാങ്കുലർ സെക്ഷൻ. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് L/3 ഫ്രം ദ ബേസ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ സർഫസ് നിന്ന്, ഈ ഒരു സർഫസ് നിന്ന് ഈ ഹൈറ്റ് നിന്ന് L/3 ആയിരിക്കും. ഈ ടോട്ടൽ ഡയമെൻഷൻ എത്രയാണോ അതിൻ്റെ by3 സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുക. സോ യു ക്യാൻ റെപ്രസെൻറ്റ് ദിസ് UDL വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോയിന്റ് ലോഡ്. UDL അല്ല, UVL. വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് UVL വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോയിന്റ് ലോഡ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് ലോഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം ഇൻ ഓർഡർ ടു സിംപ്ലിഫൈ ദ കാൽക്കുലേഷൻസ് ആൻഡ് ഓൾ. സോ ഇവിടെ ആയിരിക്കും ഈ ഹാഫ് WL എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ, ഈ ഫോഴ്സിൻ്റെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ ഹാഫ് W ഇൻറ്റു L ആയിരിക്കും. സോ വി ക്യാൻ convert a uniformly varying load into a point load. The total effect, the total amount of that load will be the area of the triangle, that means half into W into L ആയിരിക്കും, and its location will be the centroid of that triangle. ഇത്രയും കാര്യം ഒന്ന് ജനറൽ ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. ഇനി ഓരോ പ്രോബ്ലത്തിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് പോയിന്റ്, ഫോഴ്സ് ഇതാണ്, ഇത് ആക്ട് ചെയ്യുക സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ്. നൗ we can draw the shear force and bending moment diagram. Okay, now we can take a cut section in order to find out the shear force diagram and bending moment diagram. Consider a cut section x cut section എടുത്തു. then cantilever ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫ്രീ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ഫ്രീ എൻഡ് എന്നാണ്, ഫ്രീ എൻഡ് പോർഷൻ ആണ് എപ്പോഴും കൺസിഡർ ചെയ്യുക. സോ കൺസിഡർ ദിസ് ഡിസ്റ്റൻസ് ആസ് x, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേഷൻ്റെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എം കൺസിഡറിങ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ cantilever, ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ദ ഫ്രീ എൻഡ്. സോ ഇത് A ആണെങ്കിൽ
ഇത് ബി യു ആണെങ്കിൽ ഈ എ തൊട്ടിട്ട് ഈ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, നൗ യു ക്യാൻ കൺസിഡർ ദ റൈറ്റ് സൈഡ് ഓഫ് ദിസ് സെക്ഷൻ. അപ്പം നമ്മുടെ കയ്യിൽ റൈറ്റ് സൈഡിലുള്ള ലോഡ് എത്രയായിരിക്കും? ഇത്രയും ഈ ഒരു ഹാഷ് ചെയ്ത ഇത്രയും പോർഷൻ മാത്രമേ ലോഡ് ആയിട്ടുള്ളൂ. നമ്മൾ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ബീമിൻ്റെ ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ മാത്രമാണ് നമ്മളെ ലോഡ് ഉള്ളത്. ഇത്രയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ട്രയാങ്കിൾ പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ആ ട്രയാങ്കിൾ പോർഷൻ കൺസിഡർ ചെയ്യുമ്പം ഇത്രയും ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അത് ആക്ട് ചെയ്യുന്ന പോയിന്റും കണ്ടുപിടിക്കണം. സോ ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടണം. ഓക്കെ, ആ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ ഏരിയ കണ്ടുപിടിച്ചപ്പോൾ ഹാഫ് ഇൻറ്റു ഈ ഡബ്ല്യു ഇൻറ്റു എൽ വെച്ചിട്ടാണ് ഏരിയ കണ്ടുപിടിച്ചത്. അതേപോലെ ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഹാഫ് ഇൻറ്റു ഈ ഹൈറ്റ്, ഇവിടുത്തെ ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഇൻറ്റു ഈ ലെങ്ത്ത്. ഈ ലെങ്ത്ത് നമുക്കറിയാം, നമ്മൾ അത് അസ്യൂം ചെയ്തത് എക്സ് ആയിട്ടാണ്. സോ ഏരിയ ഓഫ് ദിസ് ഷെയ്ഡഡ് പോർഷൻ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഹൈറ്റ് വേണം. ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിൽ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഒരു ലാർജർ ട്രയാങ്കിളും അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു സ്മോൾ ട്രയാങ്കിളും ഉണ്ട്. സോ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ എപ്പോഴും ഹൈറ്റ് ബൈ വിഡ്ത്ത് റേഷ്യോ, ട്രയാങ്കിളിൻ്റെ ഈ ഹൈറ്റ്, ലാർജർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത്, അതിൻ്റെ ബേസ് ലെങ്ത് എൽ ആണ്. ദാറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, സപ്പോസ് ഈ ഒരു ഹൈറ്റ് ഡബ്ല്യു എക്സ് ആണെന്ന് വിചാരിച്ചോ, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ ആ ട്രയാങ്കിളിൻ്റെ, സ്മോളർ ട്രയാങ്കിളിൻ്റെ ബേസിൻ്റെ ലെങ്ത്, അത് എക്സ് ആണ്. എപ്പോഴും ഈ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അത് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ഫ്രം ദിസ് യു ക്യാൻ കാൽക്കുലേറ്റ് ഡബ്ല്യു എക്സ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എക്സ് ബൈ എൽ. എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുള്ളൂ. സോ നമുക്ക് ഈ ഹൈറ്റ് കിട്ടി. ദ ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ, ഈ ഷെയ്ഡഡ് പോർഷൻ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഡബ്ല്യു എക്സ് മീൻസ് ഇറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ബൈ എൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, സ്മോൾ എക്സ് എന്നുള്ള ഈ സ്മോൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എ എക്സ് എന്ന് കൊടുത്തു. ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഹൈറ്റ്, ഈ ഹൈറ്റ് ഡബ്ല്യു എക്സ് മീൻസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ബൈ എൽ, ഡബ്ല്യു ഇൻറ്റു എക്സ് ബൈ എൽ ആണ്, ഇൻറ്റു ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബേസ് ഈസ് എക്സ്. സോ ഏരിയ ഈസ് ഹാഫ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ എൽ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പം ഈ ഒരു ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് അല്ല, ബിക്കോസ് ഓഫ് ദിസ് ഷെയ്ഡഡ് ട്രയാങ്കിൾ, ഇത്രയും ലോഡിനെ കൊണ്ട് ഈ ബീമിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് ഇതാണ്, ഹാഫ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ എൽ ആണ്. ഇനി ആ ഫോഴ്സ് എവിടെയാ ആക്ട് ചെയ്യാം? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിലായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇതിന്റെ സെൻട്രോയിഡ് ഇവിടെ നിന്ന് ഈ ഒരു ബേസിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ ബൈ 3 എക്സ് ബൈ 3 എടുത്തു. എക്സ് ബൈ 3യിലായിരിക്കും സെൻട്രോയിഡ് ആക്ട് ചെയ്യുക. അവിടെ ആ പോയിന്റിൽ ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഇതിന് ട്രയാങ്കിൾ ലോഡിങ്ങിന് ഒരു പോയിന്റ് ലോഡ് ആക്കിയിട്ട് വിത്ത് ആ സെയിം എഫക്റ്റ് വരുന്ന പോയിന്റ് ലോഡ് ആക്കിയിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അവിടെയായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ആ ലോഡ്. ഇതിൻ്റെ വാല്യൂ ഹാഫ് ഇൻറ്റു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ എൽ ആണ്. അത് ആക്ട് ചെയ്യുന്നത് എക്സ് ബൈ 3യിലാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കിട്ടി. സോ നമ്മൾ ഇപ്പം ചെയ്തത് ഒരു കട്ട് സെക്ഷൻ എടുത്തു, ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഒരു യൂണിഫോംലി വാരിയിങ് ലോഡ്, കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ത്രൂ ഔട്ട് ദ സ്പാൻ, യൂണിഫോംലി വാരിയിങ് ലോഡാണ്, വേറെ ലോഡും ഒന്നുമില്ല. സോ ഒരു കട്ട് സെക്ഷൻ എടുത്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഫ്രീ എൻഡ്. ദെൻ ആ കട്ട് സെക്ഷൻ്റെ റൈറ്റ് സൈഡ്, ബീമിൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തു. ആ റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ ലോഡ്
ബിക്കോസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ഷെയ്ഡഡ് ട്രയാങ്കിളിനെ കൊണ്ടുണ്ടാവുന്ന ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചു. ടോട്ടൽ ലോഡ് വിൽ ബി ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അത് ഹാഫ് WX²/L ആയിരിക്കും. ആ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. അതായത് x/3 ഡിസ്റ്റൻസ് ഫ്രം ദ ഫ്ലാറ്റ് സർഫസ് ബേസ് നിന്ന് x/3 എന്നായിരിക്കും ആക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഹൈറ്റ് നിന്ന് x/3 ആക്ട് ചെയ്യാം. ഇത്രയും നമുക്ക് കിട്ടി. ഓക്കെ, നൗ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കഴിഞ്ഞ പ്രോബ്ലം ഒക്കെ ചെയ്ത പോലെ തന്നെ സപ്പോസ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ഷിയർ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ സെക്ഷൻ എക്സ്. ഈ സെക്ഷൻ എക്സിൽ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സെക്ഷന്റെ റൈറ്റ് സൈഡ് ആണ്. നമ്മളെ സൈൻ കൺവെൻഷൻ ഓർമ്മിക്കുക. സെക്ഷൻ ഇതാണ് പോസിറ്റീവ്. സെക്ഷൻ റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. സോ നമ്മുടെ കേസിലും ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. സോ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് വാല്യൂ കിട്ടും. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു WX²/L ആണ്. അപ്പോൾ ഇതാണ് ഫോഴ്സ്. ഇനി നോക്കുകയാണെങ്കിൽ വേരിയേഷൻ നോക്കുക. വേരിയേഷൻ ഈസ് x² ആണ്. ഇറ്റ്സ് ഫോഴ്സ് ഈസ് കണക്റ്റഡ് ടു x² ടേം. സോ x² ടേം ആയതുകൊണ്ട് പാരാബോളിക് വേരിയേഷൻ ആണ്. സോ നമുക്ക് ഇക്വേഷൻ കിട്ടി. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഷിയർ ഫോഴ്സ് അറ്റ് എൻഡ് എ. ഓൾസോ വി ക്യാൻ കാൽക്കുലേറ്റ് ഷിയർ ഫോഴ്സ് അറ്റ് എൻഡ് ബി. സോ ഷിയർ ഫോഴ്സ് അറ്റ് എൻഡ് എ മീൻസ് എക്സ് എന്താവും? എക്സിന് 0 കൊടുക്കണം. സോ എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് 0 ആയിപ്പോവും. ഇത് കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0. ദെൻ ഷിയർ ഫോഴ്സ് അറ്റ് എൻഡ് ബി. ഈ എൻഡ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു എൽ. സോ ഹാഫ് ഇൻറ്റു WL²/L എന്ന് വരും. ഹാഫ് ഇൻറ്റു WL²/L. ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബിയിലുള്ള വാല്യൂ ആണ് ഇപ്പം കണ്ടുപിടിച്ചത്. പോയിന്റ് ബിയിലുള്ള ഷിയർ ഫോഴ്സ് WL എന്ന് വരും. ഹാഫ് WL. സോ അല്ലെങ്കിൽ WL/2. ഇപ്പം ഇത്രയും കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ആക്കാൻ പറ്റും. കാരണം ഇതിൽ ഒറ്റ സിംഗിൾ ടൈപ്പ് ലോഡേ ഉള്ളൂ. എയും ബിയും നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്രാം കംപ്ലീറ്റ് ആക്കാം. സോ ഞാൻ ഡയഗ്രാം ജസ്റ്റ് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഈ രണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ വരയ്ക്കാൻ നോക്കാം. നൗ പോസിറ്റീവ് ആണ്. ഇതാണ് നമ്മളെ റെഫറൻസ് ലൈൻ. നൗ പോയിന്റ് എയിൽ പോയിന്റ് എ ദ വാല്യൂ ഈസ് 0. പോയിന്റ് എയിൽ 0 ആണ്. ഇവിടെ 0 എന്ന് കിട്ടി. പോയിന്റ് ബിയിൽ ഹാഫ് WL ആണ്. ഇതാണ് ഹാഫ് WL എങ്കിൽ ഈ ഹൈറ്റ് ഹാഫ് WL ആയിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അസ്യൂം ചെയ്തു. സോ ഹാഫ് WL കിട്ടി. സോ ഇതാണ് പോയിന്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. നൗ പാരാബോളിക് വേരിയേഷൻ ആണ്. പാരാബോളിക് വേരിയേഷൻ നോക്കുക. അതിൻ്റെ കർവ് ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ ഡയറക്റ്റ് x² ടേം ആണ്. ഡയറക്റ്റ് x² ടേം ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് കർവ് എപ്പോഴും ഈ ഒരു ബേസിലേക്ക്, ഈ ഒരു റെഫറൻസ് ലൈനിലേക്കായിരിക്കും കർവ് ഉണ്ടാവുക. സോ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് വരിക. ഓക്കെ, പാരാബോളിക് വേരിയേഷൻ ദ കർവ് വിൽ ബി the shape of the graph parabolic curve will be like this. അതായത് ഇങ്ങനെ വരയ്ക്കരുത്, ഇങ്ങനെ ആയിരിക്കില്ല. ഇത് തെറ്റാണ്. ഇതാണ് നിങ്ങളെ കറക്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇക്വേഷൻ ഡയറക്റ്റ് പാരാബോളിക് ഇക്വേഷൻ ആണ്. ഇനി ഒരു കോൺസ്റ്റന്റ് മൈനസ് ഇത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. കഴിഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക. കഴിഞ്ഞ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. പോസിറ്റീവ് വാല്യൂ ആണ്. ഈ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഏത് പോയിന്റിൽ വേണമെങ്കിലും ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, SFD ക്ലിയർ. നൗ we can calculate the moment, bending moment diagram. Bending moment diagram വരയ്ക്കാൻ പറ്റുമോ നോക്കാം. bending moment diagram വരയ്ക്കണമെങ്കിൽ സപ്പോസ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് bending moment with respect to the section x mx ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സിനെ കൊണ്ടുണ്ടാക്കുന്ന മൂവ്മെന്റ്. സോ ഈ ബെൻഡിങ് മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇതിനെ ഇങ്ങനെ ഒരു സിംഗിൾ ലോഡാക്കി കൺവേർട്ട് ചെയ്ത് ആദ്യമേ സെറ്റാക്കി വെച്ചത്. എന്നാൽ നമുക്ക് ഡയറക്റ്റ്ലി ബെൻഡിങ് മൂവ്മെന്റ് കണ്ടുപിടിക്കാം. സോ ബെൻഡിങ് മൂവ്മെന്റ് ഈസ് ഈ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു WX²/L എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ലോഡ് അല്ലെങ്കിൽ ഒരു ഇമാജിനറി ലോഡ് മാത്രമേ ഉള്ളൂ. സോ ബെൻഡിങ് മൂവ്മെന്റ് മീൻസ് ഹാഫ് ഇൻറ്റു
WX² L. ഇതാണ് ഫോഴ്സ് ഇൻറ്റു ഈ സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഫോഴ്സും ഈ XX എന്നുള്ള സെക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അത് ഡിസ്റ്റൻസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് x/3. സോ ഇതാണ് ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ കട്ടിംഗ് സെക്ഷൻ. നമ്മൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നൗ ചെക്ക് ദ സൈൻ കൺവെൻഷൻ, ചെക്ക് ദ സൈൻ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നോക്കുക, ഈ ഒരു ഫോഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ലോഡിനെ കൊണ്ട് ബീം, ഇങ്ങനെ ഉണ്ടായിരുന്ന ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. ഓക്കെ, സോ ഇത് നെഗറ്റീവ് ആണ്, സാഡ് സ്മൈലി ആണ്. സോ നെഗറ്റീവ് ബെൻഡിങ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ള സൈൻ കൺവെൻഷൻ നോക്കിയാലും മതി. സോ സാഗിങ് ഹോഗിങ് ബെൻഡിങ് ആയതുകൊണ്ട്, സാഡ് ബെൻഡിങ് ആയതുകൊണ്ട് മൈനസ് സൈൻ വരും. സോ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു WX³ ഹാഫിന് പകരം 3, ഒരു 3യും വരും, ഒരു 2ഉം വരും. സോ നമുക്ക് 1/6 എഴുതാം. 1/6 WX³ അല്ലെങ്കിൽ WX³/6 എന്ന് എഴുതാം. ഇതാണ് ബെൻഡിങ് മൂമെന്റിന്റെ ഇക്വേഷൻ ഫോർ ദ സെക്ഷൻ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബിന്റെ ഇടയിലുള്ള ബെൻഡിങ് മൂമെന്റ് ഇക്വേഷൻ WX³/6 ആണ് വിത്ത് മൈനസ് സൈൻ. ഓക്കെ, സോ x³ വന്നിട്ടുള്ളത് കൊണ്ട് ഇത് ക്യൂബിക് വേരിയേഷൻ ആയിരിക്കും, പരാബോളി ആയിരിക്കില്ല. അതിന്റെ നെക്സ്റ്റ് ഹയർ മാക്സിമം ക്യൂബിക് വരെ നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുള്ളൂ. ക്യൂബിക് വേരിയേഷൻ. ഓക്കെ, സോ mx കിട്ടി. Now we can calculate bending moment at A and also bending moment at B. A means bending moment at A എന്ന് കിട്ടണമെങ്കിൽ x is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. bending moment at B കിട്ടണമെങ്കിൽ x is equal to L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് bending moment at A എന്നുള്ളത് 0 ആയിപ്പോൾ bending moment at B means minus WL³/6 എന്ന് വരും. minus WL³/6 ഇതായിരിക്കും. സോ mx is equal to minus WX³/6L ആണ്, ക്യൂബിക്കൽ വേരിയേഷൻ ആണ്. സോ WL³ ഇവിടെ 6L വരും. സോ L³ ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഫൈനലി ബെൻഡിങ് മൂമെന്റ് അറ്റ് B is equal to minus WL²/6 എന്ന് വരും. ഇതാണ് പോയിന്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റിന്റെ വാല്യൂ. ഇതാണ് എയിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റിന്റെ വാല്യൂ. ഈ 6L എടുക്കാൻ മറന്നു വരുത്, ഈ L ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, now we can draw the bending moment diagram. റെഫറൻസ് ലൈൻ വരച്ചു. ദെൻ പോയിന്റ് എയിൽ 0 ആണ്. ഇപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ വരും. ഈ പോയിന്റ് 0 ആണ്, ഇതാണ് പോയിന്റ് എ. ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. പോയിന്റ് ബിയിൽ മൈനസ് WL²/6 ആണ്. സോ മൈനസ് ആയതുകൊണ്ട് താഴത്തേക്ക് ഡൗൺവേർഡ് ഡയറക്ഷൻ, ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു മൈനസ് WL²/6, ഒരു അപ്രോക്സിമേറ്റ്. ഈ ഹൈറ്റ് WL²/6 ആണ്. ഓക്കെ, നൗ ഇത് രണ്ടും ഒരു ക്യൂബിക്കൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നോക്കുക, ക്യൂബ് ആണ്, ഡയറക്റ്റ് x³ ഇക്വേഷൻ ആണ്. സോ നമ്മൾ പരാബോള വരച്ചതുപോലെ ഒരു കർവ് വരയ്ക്കാം. നമുക്ക് അതിൻ്റെ എക്സാക്ട് ഷേപ്പ് ഒന്നും കിട്ടില്ല, ജസ്റ്റ് ഒരു കർവായിട്ട് റെപ്രസെന്റ് ചെയ്യാം ഈ ഒരു പാറ്റേണിൽ. സോ ഇതാണ് ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. മൈനസ് സൈൻ വിത്ത് നെഗറ്റീവ് സൈൻ. ഈ ഹയസ്റ്റ് വാല്യൂ, ദ പീക്ക് അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് WL²/6 ആണ്. ഓക്കെ,